ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും അല്ലാത്ത സ്നേഹവും പെട്ടെന്ന് മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ 7 കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. 1. വേദന തരാത്ത സ്നേഹം ഹൃദയത്തിൽ നിന്നുള്ളതാണ്. നിങ്ങൾക്ക് വേദന തരാതെ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം ഹൃദയത്തിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാത്തവർ നിങ്ങളെ പറ്റിക്കുകയാണ്, ചതിക്കുകയാണെന്ന് മനസ്സിലാക്കാം. 2. ആശ്വസിപ്പിക്കുന്ന സ്നേഹം. അത് ഹൃദയത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളോട് യഥാർത്ഥ സ്നേഹമില്ലാത്തവർ ഒരിക്കലും നിങ്ങളെ ആശ്വസിപ്പിക്കുകയില്ല, നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല, മനസ്സിലാക്കിയിരിക്കുക. 3. എപ്പോഴും കൂടെ നിൽക്കുന്ന സ്നേഹം. എപ്പോഴും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആ സ്നേഹം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ്. അല്ലാത്തവർ ഒരിക്കലും ആശ്വസിപ്പിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുകയില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ കാണാൻ മാത്രമാണ് വ്യഗ്രത, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളതിന് മാത്രമായിരിക്കും മുൻഗണന കൊടുക്കുക. ഇത് മനസ്സിലാക്കിയിരിക്കണം. 4. എന്തു പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സ്നേഹം. ഒരു വ്യക്തി സ്നേഹിക്കുന്ന മറ്റേ വ്യക്തിയോട് എന്ത് കാര്യം പറയുകയാണെങ്കിലും അതൊക്കെ വ്യക്തമായി മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി അതനുസൃതമായി തിരിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥ, അത് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ്. മനസ്സിലാക്കിയിരിക്കുക. ഹൃദയത്തിൽ നിന്ന് സ്നേഹമില്ലാത്തവർ ഈ വ്യക്തി പറയുന്നതൊന്നും ചെവിക്കൊള്ളുകയോ അനുസരിക്കുകയോ ചെയ്യില്ല. അവർ അവരുടെ വഴിക്ക് മാത്രമേ പോകൂ. 5. സന്തോഷിപ്പിക്കുന്ന സ്നേഹം. സ്നേഹിക്കുന്ന ആ വ്യക്തിയെ മറ്റേ വ്യക്തി സന്തോഷിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരസ്പരം സന്തോഷിപ്പിക്കുകയാണെങ്കിൽ അത് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാതെ വേദനകൾ മാത്രം കൊടുക്കുകയാണെങ്കിൽ അത് ഹൃദയത്തിൽ നിന്നല്ല, അവരുടെ സ്വാർത്ഥ സ്നേഹമാണ്, അവരുടെ കാര്യം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് ഇവരുടെ മേൽ സ്നേഹമല്ല, വെറും അടിമത്തം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വ്യാജ സ്നേഹമാണത്. 6. ക്ഷമിക്കുന്ന സ്നേഹം. 2 വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ അതിൽ ഒരു വ്യക്തിക്ക് ക്ഷമിക്കുന്ന സ്നേഹമുണ്ടെങ്കിൽ അത് ആത്മാർത്ഥ സ്നേഹമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണത്. 2 വ്യക്തികൾക്കും അതുണ്ടെങ്കിൽ, ക്ഷമിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ കൃത്യമായൊരു സ്നേഹത്തിൻ്റെ അവസ്ഥയായി മുന്നോട്ട് പോകുന്നതാണ്. ആ ബന്ധം വിജയിക്കുകയും ചെയ്യും. 7. മറക്കാത്ത സ്നേഹം. 2 വ്യക്തികൾ തമ്മിൽ മറക്കാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് എത്ര ദൂരത്ത് പോയാലും എവിടെയൊക്കെയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ദിവസവും മറക്കാത്ത ഒരു സ്നേഹം ഹൃദയത്തിൽ ആഴപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ്. അത് യഥാർത്ഥ സ്നേഹമാണ്. മനസ്സിലാക്കിയിരിക്കണം. സ്നേഹബന്ധങ്ങൾ പല രീതിയിലുണ്ട്. ചതിക്കുന്ന സ്നേഹം, കാര്യം കാണാനുള്ള സ്നേഹം, പണം തട്ടാനുള്ള സ്നേഹം, അങ്ങനെ പല രീതിയിലുള്ള അവസ്ഥകൾ ഇന്ന് ഈ ലോകത്ത് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിന് മാത്രമേ വിലയുണ്ടാകത്തുള്ളൂ. അങ്ങനെ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ സന്തോഷം. അങ്ങനെ ഒരു വ്യക്തിയോടൊത്തുള്ള ജീവിതമാണ് ഏറ്റവും വലിയ ഭാഗ്യം ഈ ഭൂമിയിൽ കിട്ടുക എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ജീവിതത്തിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.